അപ്പം ഞങ്ങൾ ഇന്ന് കടലുണ്ടിക്ക് പോവാണ്. അമ്മയ്ക്ക് പെരുന്നാളിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതാണ് അമ്മ ഡ്രൈവിങ്ങിലാണ്. ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മളിതാ ഹൈലൈറ്റ് മോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞേരെ ഹൈലൈറ്റ് മോൾ എത്തിയിട്ട് അപ്പോൾ അതാ ശിവക്കുട്ടി ഇവിടെ ഉണ്ട്. ബാക്കി നിങ്ങളോട് ശിവക്കുട്ടി സംസാരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ചേട്ടൻ പറയും. ഗായ്സ്, ഞങ്ങളിതാ പൂവണ്ടോടത്തൊക്കെ പോയി, വല്യമ്മേൻ്റെ വീട്ടിലും പോയി. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. മന്തിയേനു നല്ല പൊടി മഴതാ. ശിവുന്ന് ചിരിച്ചണിച്ചു കൊടുക്കുക, ഈ അണിച്ചു കൊടുക്കുക. ഒറ്റ പല്ലത്തിയാണ് ഗായ്സ്. കടലുണ്ടിയിലേക്കാണ് ഇപ്പം ദാ പെരുമുഖം എത്തി. ഇനി ഇങ്ങനെ ബൈപ്പാസ് വഴി കുരുട്ടൂരിലേക്ക്. അപ്പം പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. കുറെ പോകണ്ട്, ഹൈലൈറ്റ് ഒക്കെ കഴിഞ്ഞ് പോകണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ വരും. എനിക്ക് രണ്ടെണ്ണം കിട്ടും ചെയ്തത്. അവിടെ വലിയൊരു സൈഡിലായിട്ട് 2 എണ്ണം കിട്ടി ഗൈസ്. ഈ ചൈനക്കുരിപ്പ് വേണ്ട യൂട്യൂബാണ്, വേണ്ട, അതിക്രമം പാടില്ല. ഞങ്ങളെ ഹൈലൈറ്റ് കഴിഞ്ഞു. പോകണ്ടിരിക്കാം. ഇനി കുറച്ച് നേരം ശിവു സംസാരിക്കും. എൻ്റെ തൊണ്ടയൊക്കെ വറ്റി കുറേ നേരമില്ലേ. ഇനി കുറച്ച് നേരം ശിവു സംസാരിക്കും. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങൾ പോകുന്നുള്ള വഴി. ഇത് കണ്ടൊരിക്ക് ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഈ സ്ഥലം അറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഏരിയ എവിടെയാണെന്ന് കമൻറ്റ് ചെയ്താൽ ഏതെങ്കിലും വണ്ടിക്ക് ഏതെങ്കിലും ഒരു കളറ് വ്യത്യാസമില്ലല്ലേ ഗായ്സ്? എല്ലാം വൈറ്റ് കളറാണല്ലേ? അല്ലല്ല, കുറേ വണ്ടിക്കുണ്ട്, വേറെ കളറുണ്ട്. അതാ ബ്രൗൺ കളറ്, ബ്ലാക്ക്, ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ്, അങ്ങനെ പച്ച, മഞ്ഞ, ചുവപ്പ്, മഞ്ഞ, നീല, കറുപ്പും എല്ലാ കളറും ഉണ്ട്. ഇനിയൊരു വൈലറ്റ് കളർ വണ്ടി കൂടെ കണ്ടാൽ ഇവിടെ റോഡ് പണീൻ്റെതാണ്. പോലീസുകാർ കണ്ടിട്ടുണ്ട് എല്ലാവരും അവസ്ഥ. അതാ അവിടെ ഒരു സാരം നിൽക്കുന്നുണ്ട്. ഇത് അവിടെ പണി വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് ബൻസ് ഭാരത് ബൻസാണ്, ഫുൾ ഭാരത് ബൻസ്. ഭാരത് ബൻസ് ടാറ്റേൻ്റെ വണ്ടിയുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. വെയിലും ചൂടില്ല, തണുപ്പില്ല, വെയിലും മഴയില്ല. വെയിലും ഞങ്ങളിതാ തിരിച്ച് പിന്നെയും വീട്ടിലെത്താനായി. ഇനി ജസ്റ്റ് 5 more minutes വീട്ടിലെത്താൻ. 5 മിനിറ്റും കൂടെ മതി. എന്താ ശിവക്കുട്ടി ഇതാ ഒരിറക്കം 1 കരച്ചൽ, ഒരിറക്കം 2 കരച്ചൽ, ഒരിറക്കം 3 കരച്ചൽ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഒരു കരച്ചലും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കണ്ടു തീരി. അത് ഒറ്റപ്പല്ലത്തിൻ്റെ ഒറ്റപ്പല്ലുണ്ടല്ലേ ഗൈസ്. അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കാണ്. ആർക്കെങ്കിലും എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും വയസ്സ് ഗസ് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യോ?
ഗസ് ചെയ്യാൻ പറ്റിയ കമൻറ്റ് ബോക്സിൽ ഇടി ഗൈസ്. പറ്റിയ കമൻറ്റ് ബോക്സിൽ പറ്റൂ, നിങ്ങളെ കൊണ്ടേ പറ്റൂ. നിസ്സാരം നിസ്സാരം. അപ്പോൾ ഗായ്സ് മലേൻ്റെ മുകളിൽ അവിടെയായിട്ടൊരു വീടുണ്ട്. അതാ കാണുന്നു, ബ്ലൂ കളറിൽ കണ്ട ഗൈസ് മരത്തിൻ്റെ ഇടത്തിൽ അങ്ങനെ കാണാൻ അതാണ്. അതിന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചാൽത്താഴത്താണ് ആ ഒരു വീടുള്ളത്. ആരെങ്കിലും ഉണ്ടേ പറയുക. എൻ്റെ വീട് ചാൽത്താഴം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പ് കിഴക്കൂടി പറയും ഞങ്ങളെ വീടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോകാണ്. വരുന്നേക്ക് പോലീസിനൊക്കെ കണ്ടിട്ടില്ലേ. ഞങ്ങൾ പിന്നെ മറ്റേ 2 ഹെൽമെറ്റൊക്കെ ഇട്ട് ഇതിലെ പോകുന്നതാണ്. ചാൽത്താഴം ജംഗ്ഷൻ എത്തി. കുറച്ച് ദൂരം കൂടെ വീട്ടിൽ. നെക്സ്റ്റ് ബസ് സ്റ്റോപ്പാണ് ഞങ്ങളത്. വീട് എൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വരാം. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ കൂടെ നേരെ ആ റോഡിന് വന്നു കഴിഞ്ഞാൽ ഒരു പണി തീർന്ന വലിയ ഹൈറ്റിൽ കുറച്ച് ഹൈറ്റിലൊരു വീടാണ്. പുതുക്കി പണിയുന്നത് ഒന്നായിട്ടൊരു മറ്റേ കുത്തമ്പിനാട് വരെ പോയി. ഹൈറ്റ് കൂടിയിട്ട് ശിവക്കുട്ടി അവിടെ കുത്തിരിക്കുന്നു. കുത്തമ്പിനാട് നടക്കും. അതിന് ഹൈറ്റ് കയറിപ്പോയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിമെൻറ്റ് ഒരു മുകളിലൊരു ഷീറ്റൊക്കെ ഇട്ട് സിമെൻറ്റ് തേച്ച വീടാണ്. അപ്പം കരയിലുണ്ടേൽ വരിക. അപ്പം ഞങ്ങൾ ആ വീട്ടിലെത്താണ്. JCB അല്ല വരുന്നത്. മോളെ എന്നെ കുറിച്ചുണ്ടാവും. JCB വരുന്നുണ്ട്. കോട്ടയം ടാങ്കൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പൊട്ടണില്ലേ, ഞാൻ ചത്തുപോയേ. ശിവക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെയാണ് ബസ്. അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് വരാം. നേരെ മുന്നോട്ട് വന്നതാ. അവിടുന്ന് ഇങ്ങോട്ട് വളയുക. ഒന്നും വളയുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞതാ. അങ്ങനെ വന്നത് ഞങ്ങളെ വീടിന് മുന്നിലുള്ള കനാലാണ്. ഞങ്ങൾ ഇറങ്ങി കുളിക്കലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് മഴ പെയ്യാത്തതിനെ കൊണ്ട് ആ വെയിലിൻ്റെ ആ ഒരു കാലത്ത് വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ചെവിയിൽ വെള്ളം കയറി അത് ചെറിയൊരു പഴുപ്പൊക്കെ കൂടിയില്ലേ ചെവി. നമ്മുടെ ചിക്കന് പോയോണ്ടിരിക്കാം. അയ്യോ അമ്മ പോയി മാറി. ഇതാണ് ഞങ്ങളുടെ വീട്. ഹലോ ഗായ്സ്, ഞങ്ങൾ അടുത്ത ഇനി ബീച്ചിലേക്ക് പോവാണ്. ഇതാ എൻ്റെ അച്ഛൻ. ഇപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് പോവാണ്. അമ്മ ക്യാമറയുടെ മുന്നിൽ ഓടിക്കളിച്ചിട്ടു. അപ്പം അച്ഛൻ്റെ ഡ്രൈവിങ്ങിലാണ്. ഇപ്പം കാണിച്ചര വഴി. അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ശിവനെക്കുട്ടി ഇവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. യോണി ഒരു യോ പോയോണ്ടിരിക്കുകയാണ്. ശിവനെക്കുട്ടി കണ്ട് ഒരു ഹായ് കൊടുത്തിട്ടുണ്ട് പോത്ത്. ശിവനെക്കുട്ടി ഫ്രണ്ടിൽ ഇത് നിൽക്കുന്നുണ്ട് വണ്ടീൻ്റെ. അവിടെ പോവാണ്. ബീച്ചിലെത്തി. ശിവു ഇതാ അവിടെ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ എന്തൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോണതാ. മതി ഇങ്ങോട്ട് പോര്. അപ്പം ഞാൻ അച്ഛൻ അമ്മ ഞാനൊക്കെ അത് അവിടെ നിൽക്കുക. ഇനിയിപ്പോൾ ഉണ്ടാക്കണം എനിക്കറിയില്ല ശിവൻ്റെ അവസ്ഥ. ശിവ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോകണം.
അനങ്ങാൻ പറ്റുന്നില്ല അമ്മമാർക്കും. ഇതിലേക്ക് അമ്മ കയറാൻ പോണേ. അതെ, എണീക്കാൻ നോക്കുന്നു, ഉരുണ്ട് പോകുന്നു. അച്ഛാ അച്ഛാ അമ്മായിനെ കയറ്റിവിടും അച്ഛാ. അയ്യോ ശിവ, കാണാൻ നല്ല രസാ. ഈ ജാത്ത് കയറി കഴിഞ്ഞല്ലേ ഇവിടെ ഉള്ള എല്ലാരും ചിരിക്കും. വെയിറ്റ് കൂടുതലായിട്ട് ആ ഭാഗം താന്നോളൂ. അത് താങ്ങും ചരി കമന്നിട്ട് ഓൻ എണീക്ക് ഓടും വീഴും. ഒന്ന് പിടിച്ചടിക്കാൻ പോള്. അതാ പോണം. ആ സമയമാകുമ്പോൾ അങ്ങോട്ട് പോയിക്കോളൂ അല്ലേ? അതാ ഒഴുകൂലോ. വേണേ ഇപ്പൊ ചോദിച്ചോളി അച്ഛാ. അമ്മ ചോദിച്ചു നോക്കി വേണേല്. കുട്ടിയൊക്കെ 150. 100 2 ദിവസം കുറയോ? ഓനതാ കിടന്നു പോണ. രണ്ടാളെ കഴിച്ചു ഒരാളെ കയറ്റുള്ളൂ, രണ്ടാളെ കയറ്റും ചോദിച്ചു. ഇന്ന് തന്നെ രണ്ടാൾ രണ്ടാൾ കയറി. ഡിമാൻഡ് കൂടിയ സമയം ശിവന്യ ഒരു ബാക്കിൽ പോയി നിൽക്കട്ടോ, അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കും. ഏട്ടാ സമയം കാണൂല. അതൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്, അത് അനുകൂലാവുന്നു.
അതിനോട് മെല്ലെ പറയും. മെല്ലെ മെല്ലെ. ശിവ 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 ശിവ. വെള്ളം കിളക്കി മറിക്കണ്ട കേട്ടോ. ശിവജിനെ പോയി കുത്തിക്കുന്നു. ശിവനെ കാണില്ല. ചെക്കനെ കൊണ്ട് അടങ്ങ്. അല്ല അതെന്താ ചെയ്യുന്നേ? അറിയോ? അതിനോട് നല്ലതെന്ന് പറയും. പതുക്കെ ക്ഷീണിച്ച്. അതൊക്കെ അവളെ കുട്ടി ചാടുന്നത്. ഏട്ടോ ഏയ് അതാ പോണ്. ശരിക്കും അങ്ങനെ കളിക്കാനുള്ള സാധനമല്ലേ? ജാമ് ക്ഷീണിച്ചിട്ടാ. ഛർദിക്കലേക്ക്. അഞ്ച് മിനിറ്റ് അയച്ചുള്ളൂ. ഇനി 10 മിനിറ്റ്. 10 മിനിറ്റ്. ജാമ് ക്ഷീണിച്ച് ജാവത കടന്നു നോക്കുന്നത്. ശിവഞ്ഞ ആ മൂലയ്ക്ക് തന്നെയാണല്ലോ. അന്ന് കൊണ്ട് പോലില്ലല്ലോ ശിവഞ്ഞ. അവള് പോയി എടുക്കണേ അതിൻ്റെ അടുത്ത് പോയി എടുക്കും. ഓ അഞ്ചു പോ നിർത്തി.